Yes, I'm on the red carpet of 24 Business Conclave and I have a special guest with me, TP Srinivasan sir. Sir, hi. How are you, sir? Very good, thank you. Yeah. What about the conclave, these ideas, different people from different sectors and they're coming and they're joining here to discuss about the future of the country. This is historic. I think this is for the first time that a news channel is organizing a conclave of this kind. And that too on economic issues. That's very important. That is the most important thing. But there is also a context. അപ്പോൾ ഞാൻ എൻ്റെ സംസാരത്തിൽ പറഞ്ഞത് ഈ ജിയോ പൊളിറ്റിക്സിനോട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ബിസിനസ്സും ജിയോ പൊളിറ്റിക്സ് ഇല്ലാത്ത, അപ്പോൾ അത് വിശേഷിച്ചും ചരിത്രപരമായ സമയമാണിപ്പോൾ. പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നു. എന്താണ് സംഭവിക്കുന്നത് ആർക്കും തീർച്ചയില്ല. ഇന്ത്യയിൽ മാത്രമാണ് എല്ലാ രാജ്യങ്ങളും കൂടുതൽ അദ്ദേഹത്തോടൊരു പ്രത്യേകതയുള്ളത്. പക്ഷേ എന്നാലും നമുക്കതിനെ അറിയില്ല എന്തായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ 2024 എന്ന് പറയുന്നത് മോസ്റ്റ് കോൺഫ്ലിക്റ്റ് നോക്കുമ്പം ഏറ്റവും വേഴ്സ്റ്റ് ഇയർ ഇൻ ഹിസ്റ്ററിയാണ്. 59 യുദ്ധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം. അപ്പോൾ എന്ത് ബിസിനസ് വെഞ്ചറിലേക്ക് പോകുമ്പോഴും നമുക്ക് രാഷ്ട്രീയം ശരിയായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതൊരു നല്ല കാൽവയ്പ്പാണ്. ഒരു ചാനൽ ഇതിന് ഇത്രയും ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ അവർക്ക് ദേ ഗെറ്റ് ദി ഓഡിയൻസ്. ഇപ്പോൾ ഇവിടെ എത്ര പേര് ഓഡിയൻസിൽ ഇരിക്കുന്നുള്ളതല്ല കാര്യം. When you are putting down a channel, it is a gold sold worldwide. And that is the advantage when a channel does it. അതുകൊണ്ട് ശ്രീകണ്ഠൻ നേരെ നമുക്ക് അനുമതിച്ചെങ്കിലേ പറ്റുള്ളൂ നിങ്ങളെല്ലാവരെയും ചാനൽ. ഈ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ സാർ എന്തായാലും ഇന്ത്യൻ മാർക്കറ്റ്സിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് എന്നതൊരു കഴിഞ്ഞ വർഷം കഴിഞ്ഞൊരു 2 years ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ് സാർ കാണുന്നത്? അത് വിൽ ഇറ്റ് ഗോ? ഇല്ല, അവിടെ ഒരു ത്രെറ്റ് ഉള്ളത് പ്രസിഡന്റ് ട്രംപ് ഇത് കൊടുത്തിരുന്ന ഇൻഡിക്കേഷൻ പുള്ളി ടാരിഫിനെ വളരെ പ്രധാനമായിട്ട് കാണാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കൻ എക്കോണമിയെ തകർക്കുന്നത് ചൈനയും അതുപോലെ മറ്റു ചില രാജ്യങ്ങളും ഡംപ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ടാരിഫ് നമ്മൾ ഏർപ്പെടുത്തിയാൽ അവർ ടാരിഫ് ഏർപ്പെടുത്തും. അപ്പോൾ ഒരു ജാം ഉണ്ടാകും. അതില്ലാതെ എങ്ങനെ ഈ ഫെയർ ട്രേഡ് സ്ഥാപിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതെങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ഇന്ത്യയെ കിങ് ഓഫ് ടാരിഫ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് ചൈന ഈസ് എംപറർ ഓഫ് ടാരിഫ്സ്. ഇൻഫാക്ട് ഈ കാര്യത്തിലായിരിക്കും നമ്മൾ അദ്ദേഹമായിട്ടൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. പക്ഷേ അത് റിസോൾവ് ചെയ്യും. ഫൈനലി what is beneficial to both the countries is what's going to matter. So we have to be optimistic. Sure, sir. When we talk about the comprehensive idea of development or developing a country, to transform a developing country to a developed country by 2047, do you have any idea on what path we should go? No, that is, you follow your own agenda. To say that you will be by 2047, what will be, we cannot be very sure. But it's always good to dream. President Abdul Kalam used to say 2020 we should be a developed country. So I once asked him, is it going to be possible? He said, no harm in dreaming. If it doesn't happen in 2020, we shift it for another 10 years. So 2047 is a notional dream. And let us hope we can do it. But even if we don't do it, dreaming about it and working for it is going to be the most important thing. That I'm sure we'll be able to do. നമ്മുടെ ശരിക്കും എന്തായിരിക്കും നമ്മുടെ വെല്ലുവിളികൾ എന്ന് പറയുന്നത്? ഇനിയിപ്പോൾ ഉള്ള ഒരു 20 വർഷക്കാലത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ വികസനത്തിന് വിലങ്ങുതടിയായി മാറാൻ പോകുന്ന വെല്ലുവിളികൾ എന്തായിരിക്കും എന്നാണ് ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നത്? നമ്മുടെ രാഷ്ട്രീയം പൊളിറ്റിസൈസേഷനാണ് ഏറ്റവും വലിയ പ്രധാനം. ഇപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ സെക്ടറിൽ ഞങ്ങൾ പലതും ചെയ്യാൻ നോക്കി. അതിൻ്റെ ഒന്നും ഒബ്ജക്റ്റീവായിട്ട് ആളുകൾ നോക്കുന്നില്ല. ദേ ലുക്ക് അറ്റ് ഇറ്റ് പൊളിറ്റിക്കലി. ഈ ഗവൺമെൻറ് നേടിയെടുത്താൽ നമ്മുടെ പേര് കിട്ടില്ല അങ്ങനെയുള്ള ആങ്ഷൈറ്റി അത് എല്ലാ ഗവൺമെൻറ്റിലും ഉണ്ട്. ആ കോമ്പറ്റീറ്റീവ്നെസ് അത് നല്ലതാണോ ഒരു തരത്തിൽ പറഞ്ഞാൽ, പക്ഷേ അത് ഡിസ്ട്രക്റ്റീവായിട്ടോ അല്ലെങ്കിൽ വിഷണറി അല്ലാതെയോ ചെയ്യുകയാണ് രാഷ്ട്രീയമെങ്കിൽ അത് നമ്മളെ സഹായിക്കില്ല. അതാണ് നമ്മൾ ഒരു പാഠം പഠിക്കാനുള്ളത്. ഇപ്പോൾ കൂടുതൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പല കാര്യങ്ങളും ഞാൻ അന്ന് പറഞ്ഞൊക്കെ പലരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ലാഗ് എപ്പോഴും കാണും. പക്ഷേ എന്നാലും അതിനെ പരിഹരിച്ചിട്ട് രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വികസിത രാജ്യമാകാൻ കഴിയും. സാറിപ്പം ഈ പറഞ്ഞതുപോലെ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിനെ സാറ് കൃത്യമായി വാച്ച് ചെയ്യുന്നതാണ്, അതിനെ കൃത്യമായി അപഗ്രഥിക്കുന്നതാണ്. ഗ്ലോബൽ എക്കണോമിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് അടി വന്ന ഒരു ഇയർ കൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. സാർ നേരത്തെ ഈ വാറിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. അപ്പം അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് ഇനിയിപ്പോൾ? അതിൻ്റെ ഒരു റീബർത്ത് ഒക്കെ എങ്ങനെ ഉണ്ടാവും? ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ വലിയ ഹോപ്പ് പ്രസിഡന്റ് ട്രംപിനെ പറ്റി ഉള്ളത്. കാരണം അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഇനി യുദ്ധം ചെയ്യാതിരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റുമാരൊന്നുമില്ല. എല്ലാ പ്രസിഡന്റുമാരും ഒരു യുദ്ധം അല്ലെങ്കിൽ മറ്റൊരു യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 4 വർഷം അദ്ദേഹം ചെയ്തില്ല. ഇനി അടുത്ത 4 വർഷം യുദ്ധം ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമാധാനം വേണമല്ലോ. ഡിപ്ലോമസിക്ക് സമാധാനം ഉണ്ടെങ്കിൽ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ എക്സ്പെക്റ്റേഷൻ. Thank you so much, sir, for being with us. So that was TP Srinivasan on the red carpet.